ഇതുപോലൊരച്ഛൻ ഭൂലോകത്തുണ്ടാവില്ല. ഇത് പറഞ്ഞത് KPCC പ്രസിഡന്റ് സുധാകരനാണ്. സുധാകരൻ പലപ്പോഴും പറയുന്ന വാക്കുകൾ വലിയ മുൾമുനയുള്ള വാക്കുകളാണ്, തറയ്ക്കുന്ന വാക്കുകളാണ്. ഈ മുന്നും പിന്നും നോക്കാതെ പറയുക എന്നില്ല, അത് അദ്ദേഹത്തിന് തന്നെ പലപ്പോഴും പാരയായിട്ട് വന്നിട്ടുണ്ട്, എന്നാൽ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പല ഇമോഷൻസും അദ്ദേഹം പ്രകടമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഒരു വാക്കുകളാണ്, ഇതുപോലൊരച്ഛൻ ഈ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇത് പറഞ്ഞത് പിണറായിയെ കുറിച്ചാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. കേരളത്തെ കട്ടുമുടിച്ചും കൊള്ളയടിച്ചും അത് മുഴുവൻ മക്കളുടെ പേരിലാക്കുകയാണ് പിണറായി വിജയൻ എന്ന് ഇതുപോലൊരച്ഛൻ ഭൂലോകത്ത് ഉണ്ടാകില്ല എന്നുമുള്ളതാണ് സുധാകരൻ ഇപ്പോൾ പറയുന്നത്. നാടിനോടല്ല സ്നേഹം, മക്കൾ സ്നേഹമൊക്കെ മനസ്സിലാക്കും, എന്നാൽ സ്വന്തം മക്കളോട് മാത്രമാണ് പിണറായി വിജയന് സ്നേഹം. CPMകാർക്ക് പോലും പിണറായിയെ മടുത്തു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തിരിച്ചു വരില്ല. പിണറായിയുടെയും MV ഗോവിന്ദൻ്റെയും മണ്ഡലങ്ങളിൽ തനിക്ക് ഭൂരിപക്ഷം കൂടിയത് CPMകാർ കൂടി വോട്ട് ചെയ്തുകൊണ്ടാണ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വാർഡ് പ്രസിഡന്റുമാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ആ ഒരു വേളയിലാണ് സുധാകരൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത്. അപ്പം ഇപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട കുറേ രാഷ്ട്രീയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം ആ ഒരു പരിപാടി മൊത്തത്തിൽ കുളമായി എന്നുള്ള തരത്തിലാണ് വാർത്തകളും ഒക്കെ വരുന്നത്. അതിൽ പ്രധാനമായിട്ടും രാജീവ് ചന്ദ്രശേഖറിന് ഒരു ഇരിപ്പിടം നൽകിയതും മറ്റുള്ളവർക്ക് നൽകിയില്ല എന്നുള്ള തരത്തിൽ, അതായത് ഈ ഒരു ഉദ്ഘാടനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളെ കാണുകയും, അതായത് ഉദ്ഘാടനം നടന്നില്ല, ആ ചടങ്ങിന് മുമ്പ് തന്നെ അത് കുളമാക്കി എന്ന് തന്നെ പറയാം. പിണറായിയും മരുമകൻ അത് കുളമാക്കി എന്ന് തന്നെ പറയാം. അതിനു മുമ്പേ ഞങ്ങൾ ഇതാണ്ട് താഴെ ഇരിക്കുന്നു, വേദിയിൽ രാജീവ് ഇരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പറയുകയും, അത് ഒരു അല്പത്തരമാണെന്നും അദ്ദേഹം ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചത് അതത്ര ശരിയല്ലെന്നും ഒക്കെ ഉള്ള തരത്തിൽ കുറേ വിമർശനങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മുഹമ്മദ് റിയാസ് ഇട്ടു. അപ്പം ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ സർക്കാർ നടത്തുന്ന പരിപാടി, അതിന് ശേഷം എന്തുമാവാം, നിങ്ങളുടെ സർക്കാർ നടത്തുന്ന പരിപാടി അത് എത്ര മനോഹരമാക്കണം എന്ന് ചിന്തിക്കാതെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു പ്രകടനം എന്ന് തന്നെയായിരുന്നു മുഹമ്മദ് റിയാസ്, MV ഗോവിന്ദനും ഒക്കെ കാഴ്ചവെച്ചത്. അവർക്ക് അങ്ങോട്ട് സഹിക്കാൻ മേലാഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ വേദിയിലിരിക്കുന്നു, ഞങ്ങൾ താഴെ ഇരിക്കേണ്ടുന്ന അവസ്ഥ. സാധാരണ അറിയാം, പിണറായിയുടെ കുടുംബവും ഒക്കെയാണ് ഏറ്റവും വലിയ രാജകുടുംബം, അവർക്കില്ലാത്ത സ്ഥാനമൊന്നും വേറെ ആർക്കും വേണ്ട എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു. ഇതിനു മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ അവലോകന യോഗത്തിൽ പിണറായിയുടെ കുടുംബത്തെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയൊക്കെ അതിനൊക്കെ ഒരു തിരിച്ചടി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നേരിട്ട് രാജീവ് ചന്ദ്രശേഖരൻ ആ ഒരു ഇരിപ്പിടം നൽകുകയും അത് ഇവരെ വല്ലാണ്ട് അമർഷത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു കുശുമ്പ് കുന്നായ്മ എന്നൊക്കെ പറയത്തില്ല, അത് തന്നെയാണ് മുഹമ്മദ് റിയാസ് ചെയ്തത്. ഇത് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത് ശരിയാണോ എന്ന് മുഹമ്മദ് റിയാസ് ചോദിക്കുമ്പോൾ തിരിച്ച് നിങ്ങളുടെ കുടുംബത്തെ വെറും ഒരു കൊച്ചുമകൻ, പ്രായപൂർത്തി പോലും ആവാത്ത ഒരു കൊച്ചുമകനെ വരെ അവലോകന യോഗത്തിൽ കൊണ്ടിരുത്തുന്നതും മുഖ്യമന്ത്രിയുടെ കാറിലൊക്കെ കൊണ്ടുവന്ന് വരുത്തുന്നതും ഒക്കെ ശരിയായ പ്രവണതയാണോ? അതൊരു ജനാധിപത്യ വിരുദ്ധമല്ലേ? അപ്പം ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പോരുകൾ നടക്കുകയാണ്. അതിനിടയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്താണ് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന, അദ്ദേഹത്തിനെ പറ്റി ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നുള്ള തരത്തിലും UDF ഇത്തരത്തിലുള്ള കോൺഗ്രസ്സുകാർ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. VD സതീശന് സീറ്റില്ല വേദിയിൽ, അതുകൊണ്ട് VD സതീശൻ ആ ഇതിൽ പങ്കെടുത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ മൊത്തത്തിൽ ഈ ഒരു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നല്ലൊരു സംരംഭം, ജനങ്ങൾ കാത്തിരുന്ന ഒരു സംരംഭം, സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ആരോടാണ് മല്ലടിക്കുന്നത് എന്നുള്ളതാണ് ആശ്ചര്യമായിട്ട് തോന്നുന്നത്. ഇത് ജനങ്ങളുടെ ടാക്സ് ഇനത്തിൽപ്പെട്ട, അല്ലാതെ പിണറായിയുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന പൈസയൊന്നുമല്ല, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ LDF സർക്കാരിൻ്റെ കുടുംബത്തിൽ നിന്നോ അവിടെ AKG സെൻറ്ററിന് എടുത്തു വെച്ച ഫണ്ടല്ല. ഇത് ജനങ്ങൾ കഷ്ടപ്പെട്ടു ചോര നീരാക്കി ഓരോ ദിവസവും രാവും പകലും കഷ്ടപ്പെടുകയും അവരുടെ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നതിൻ്റെ ടാക്സിനോ മറ്റുള്ള തീരുവ ഇനത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിൽ നിന്ന് കിട്ടിയ ഫണ്ടാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ കടം വാങ്ങിയ ഫണ്ടും ഒക്കെ എടുത്താണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കെട്ടിപ്പടുന്നത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ ആരുടെയും വീട്ടിൽ നിന്നോ ആരുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും
പ്രത്യേക ഇനത്തിൽപ്പെട്ടതോ ഒന്നുമല്ല. ഈ ജനങ്ങൾ കൊടുത്ത പൈസയാണ്, ജനങ്ങളുടെ ഫണ്ടാണ്. അപ്പോൾ ജനങ്ങൾക്ക് പോലും ഒരു നന്ദി വാക്ക് പറയാതെ എല്ലാം പിണറായി സർക്കാർ ഞങ്ങൾ എന്തോ ചെയ്തു. ഈ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? ജനമാണ്, ജനങ്ങളുടെ പണമാണ്, നിങ്ങൾ ഓരോരുത്തരും ഭക്ഷിക്കുന്ന ജനങ്ങളുടെ പണമാണ് എന്നുള്ളത് പിണറായി സർക്കാർ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിന് നല്ല രീതിയിൽ കൊട്ടുകൂട്ടിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവനും. ഉമ്മൻചാണ്ടി ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ചതൊന്നും അതിനെയൊന്നും പറ്റി യാതൊരു ഭാഗവും പറയാതെ, ജനങ്ങൾക്ക് പോലും നന്ദി പറയാതെ ഇത് ഞങ്ങൾ ചെയ്തതാണ് എന്നുള്ള ധാർഷ്ട്യമാണ് അവിടെ കാണിച്ചത്. അതിനുശേഷവും കാണിച്ചത്. എന്തായാലും മുഹമ്മദ് റിയാസിൻ്റെ ഈ ഒരു അല്പത്തരത്തിന് ജനം തന്നെ പല രീതിയിൽ മറുപടി കൊടുത്തിരുന്നു. അതേസമയം രാജീവ് ചന്ദ്രശേഖർ അവിടെ ഇരുന്ന് ഇത്തരത്തിലുള്ള വിമർശനം വന്നിരുന്നതിനും അല്ലെങ്കിൽ സ്ഥാനം കൊടുത്തതിനുമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്ത് തന്നെയാലും കെ സുധാകരൻ ഇപ്പോൾ അതിനൊരു തടയിട്ടേക്കുവാണ്. പിണറായി സർക്കാർ ഇതുപോലെ ഒരു അച്ഛൻ ഈ ഒരു ഭൂലോകത്തുണ്ടായില്ല. സത്യമല്ലേ? സ്വന്തം കുഞ്ഞുമക്കളുടെ കാര്യം മാത്രം നോക്കുന്ന, അല്ലെങ്കിൽ സ്വന്തം മക്കളുടെ കാര്യം മാത്രം നോക്കുന്ന ഒരു അച്ഛനായിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പലപ്പോഴും മറന്നാണ് പ്രവർത്തിക്കുന്നത്. കെ സുധാകരൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ചില ഓഫീഷ്യൽ കാര്യം, മുഖ്യമന്ത്രി എന്നുള്ളൊരു സ്ഥാനം വേറെ, അല്ലെങ്കിൽ അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ളൊരു സ്ഥാനം വേറെ. ഇത് രണ്ടും മറന്നിട്ട് വേണം സമൂഹത്തിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നല്ലൊരു രാഷ്ട്രീയക്കാരനോ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവോ ആവത്തില്ല. കുടുംബം വേറെ, കുടുംബം വീട്ടിനകത്ത് ചെല്ലുമ്പോൾ കുടുംബം മതി. ഇവരെല്ലാം കെട്ടിയെടുത്തുകൊണ്ട് ടൂറ് പോവുക, ഇത്തരത്തിലുള്ള പദ്ധതികൾക്കും എല്ലാത്തിനും മുന്നിട്ട് നിൽക്കുക, പല മീറ്റിങ്ങുകളും കൊണ്ടുപോവുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ കൊച്ചുമകനെ ഈ പല ഓഫീസേഴ്സും ഉദ്യോഗസ്ഥരും ഇരിക്കേണ്ടുന്ന ഇരിപ്പിടങ്ങൾ, ഓരോരുത്തരും ഇരിക്കേണ്ടുന്ന ഇരിപ്പിടങ്ങളുണ്ട്. അത് മറന്നുകൊണ്ട് സ്വന്തം കുടുംബത്തെ ഇരുത്തുന്നത് എന്ത് ന്യായമായിട്ടുള്ള കാര്യമാണ്? ആ ഇരിക്കേണ്ടുന്ന ഇരിപ്പിടം ഇതൊക്കെയാണ് എന്നുള്ളത് എന്തായാലും വിഴിഞ്ഞം പദ്ധതി ഈ ഒരു തുറമുഖത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ മോദി പ്രധാനമന്ത്രി അത് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിനുള്ള ഈ തികട്ടലാണ് ഇന്നലെ മുഹമ്മദ് റിയാസൊക്കെ നടത്തിയത്. എന്ത് തന്നെയാലും ഈ പറഞ്ഞോണം പ്രധാനമന്ത്രിയുടെ വേദിയിൽ തന്നെ പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പരാമർശങ്ങളായിരുന്നു. ഇത് സംസ്ഥാന സർക്കാരിൻ്റെതാണ് എന്നൊക്കെയുള്ള തരത്തിൽ മുഖ്യമന്ത്രി ഇത് പറയുന്നുണ്ട്. അതിനപ്പുറം VN വാസവൻ കർമ്മയോഗി എന്നുള്ള തരത്തിലുള്ള പ്രയോഗമൊക്കെയാണ് പിണറായിയെ സംബോധന ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ശീത പോരാട്ടം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഓരോ കുത്തലുകൾ, അത് വലിയൊരു രാഷ്ട്രീയ വിമർശനങ്ങൾ, ഇതിൻ്റെ ഒന്നും വേദി അതല്ല എന്നുള്ളത് ഇവരൊക്കെ മറന്നു പോകുന്നു. പാവപ്പെട്ട, സത്യം പറഞ്ഞാൽ ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ കൂടി പങ്കിലാണ് നിങ്ങളൊക്കെ ഇതൊക്കെ പൊക്കുന്നത് എന്നുള്ളത് പലപ്പോഴും ഈ സർക്കാരുകൾ മറന്നു പോവുകയാണ്. ഒരു മനുഷ്യൻ 1 കിലോ അരി വാങ്ങിച്ചാൽ പോലും അതിന് ഇത്ര രൂപ ടാക്സ്, കറണ്ട് ബില്ലിന് ഇത്ര രൂപ ടാക്സ്, വാട്ടറിന് ഇത്ര രൂപ ടാക്സ്, ഓരോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഓരോ കാര്യത്തിനും ടാക്സ് കൊടുത്ത് മുടിഞ്ഞ് തോളിൽ ഭാരവുമായി നിൽക്കുന്ന ജനങ്ങളുടെ പണമാണ് ഇതെന്നുള്ളത് നിങ്ങൾ എപ്പോഴും മറന്നു പോകരുത്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യം ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചേനെ. ഇത് ഞങ്ങളുടേതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ എന്താണ് ചെയ്തത്? ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതി അത് അദാനിക്ക് കൊടുക്കുകയും അദ്ദേഹം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീക്കുപോക്ക് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ ആ തുടർ നടപടികൾ, ഏതായാലും ഒരു എഗ്രിമെൻ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്മാറാൻ സംസ്ഥാനത്തിന് പറ്റില്ല. അപ്പോൾ അദാനിയുമായി ഏർപ്പെട്ട ആ എഗ്രിമെൻ്റ് പ്രകാരം നിങ്ങൾ തുടർന്നു, അത്ര മാത്രമേ നിങ്ങൾ ചെയ്തു. അത് തുടരേണ്ടുന്ന അവസ്ഥയുണ്ടായി നിങ്ങൾക്ക്. അതിൽ നിന്നും നമ്മുടെ ഞങ്ങൾ എന്ന ജനങ്ങളുടെ ഖജനാവിൽ നിന്നും നിങ്ങളെടുത്ത ഫണ്ട് അതിനുവേണ്ടി വിനിയോഗിച്ചു. അല്ലാതെ നിങ്ങളുടേത് മാത്രമെന്ന് പറയാൻ എന്താണ് അതിലുള്ളത്? ഒന്നുമില്ല. പിണറായിയുടെ ഈ പറഞ്ഞോണം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് 1 രൂപ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര മുടിച്ചു വാരി എന്നുള്ളത് ഇനിയിപ്പോൾ കണക്കുകൾ വരുമ്പോൾ അറിയാം. അടുത്തത് ഇതിൽ നിന്ന് എത്ര നിങ്ങൾ കോടികൾ എടുത്തു എന്നുള്ളത് അടുത്തത് പിന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പറയാൻ ഞങ്ങളല്ല, ജനമാണ് ഇതിൻ്റെ മേൽക്കോയ്മ. ജനത്തിനാണ് കൊടുക്കേണ്ടത്. ജനങ്ങളുടെ പണമാണ് നിങ്ങൾ വിനിയോഗിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് പദ്ധതി തുറന്നു കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ വേദിയുടെയും സദസ്സിൻ്റെയും ഒന്നും
വീർവാണങ്ങളൊന്നും കേൾക്കാൻ വേണ്ടിയിട്ടല്ല. എന്തായാലും കെ സുധാകരൻ നല്ല രീതിയിൽ പച്ചയ്ക്ക് പറയുന്ന ഒരു സ്വഭാവമാണ് കെ സുധാകരൻ നല്ല രീതിയിൽ ഒരു അടിയാണ് പിണറായിക്ക് ഇന്നലെ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ തിരിച്ച് മുഹമ്മദ് റിയാസിന് ഇന്നലെ പറഞ്ഞിരിക്കും കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് സങ്കടമാണ്, പോയി ഡോക്ടറെ ഒന്ന് കാണിക്കൂ എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി. ഈ അസുഖത്തിന് ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ട്. അമിതമായിട്ടുള്ള ഈ ഒരു കുശുമ്പിനും കുന്നായ്മയ്ക്കൊക്കെ ആദ്യം ഒരു കൗൺസിലിംഗ് ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് നന്നായിരിക്കും. താങ്കളുടെ കുടുംബത്തിനെയും താങ്കളെയും വേദിയിൽ ഇരുത്താത്തതിൻ്റെ ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവർക്കറിയാം, കേന്ദ്രത്തിന് അറിയാം ആരെയൊക്കെ എങ്ങനെയൊക്കെ ഇരുത്തണം, എവിടെയൊക്കെ സ്ഥാനം കൊടുക്കണമെന്നുള്ളത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ വെറും ഒരു ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന ചെറിയൊരു ഭാഗം മാത്രമാണ്. അത് നാളെ ഞങ്ങളെന്ന് പറയുന്ന ജനം തീരുമാനിക്കുന്നിടത്ത് തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഭരണം. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പൊട്ട് കിട്ടുന്നത് നന്നായി എന്ന് തന്നെ എനിക്കും തോന്നുന്നു.